ജെൻഡർ ന്യൂട്രൽ ഈയിടെ വിപ്ലവം സൃഷ്ടിച്ച ഒരു വാക്കാണ്. പക്ഷെ എനിക്ക് തോന്നാറുണ്ട് എന്തോ ഒരു പോരായ്മ ആ വാക്കിനുണ്ടെന്ന്. കാരണം ജെൻഡർ ഇക്വാലിറ്റി അല്ലെങ്കിൽ ജെൻഡർ ന്യൂട്രൽ എന്നതിനേക്കാളൊക്കെ ഉപരിയായിട്ട് വേണ്ടത് ജെൻഡർ ആക്സെപ്റ്റൻസ് ആണ്. ആണായിട്ടിരിക്കാനും പെണ്ണ് പെണ്ണായിട്ടിരിക്കണേലും എന്താണൊരു പ്രശ്നം? പെണ്ണായിരിക്കണതിൽ അഭിമാനിക്കൂ, ആണായിരിക്കുന്നതിലും അഭിമാനിക്കാം. ജെൻഡർ ന്യൂട്രൽ എന്നുള്ള പേരിൽ ഇപ്പോൾ കാണുന്നത് സ്ത്രീവേഷം ധരിക്കുന്ന പുരുഷനെയും പുരുഷവേഷം ധരിക്കുന്ന സ്ത്രീയെയാണ്. അങ്ങനെ ന്യൂട്രൽ ആവേണ്ട കാര്യമുണ്ടോ? വീട്ടിൽ ഭട്ടതിരിപ്പാടിൻ്റെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്നുള്ള നാടകം പോലെ തന്നെ അരങ്ങത്ത് നിന്ന് അടുക്കളയിലേക്കുള്ള ഒരു യാത്രയും അത്യാവശ്യമാണ്. കാരണം വിശപ്പും ദാഹവും വൃത്തിയും എല്ലാം ആണിനും പെണ്ണിനും ഈക്വലാണ്. അവിടെ മാത്രമാണ് ജെൻഡർ ഇക്വാലിറ്റി കാണാൻ പറ്റുന്നത്. എല്ലായിടത്തൊക്കെ ബയോളജിക്കൽ ഫീച്ചേഴ്സ് ഒരുപാട് ഡിഫറെൻ്റ് തന്നെയാണ്. ഹോർമോണൽ ഇംബാലൻസ്, ഹോർമോണൽ ചേഞ്ചസ്, ഇതൊക്കെ സ്ത്രീകൾക്ക് കുറച്ച് കൂടുതലായിട്ട് വരുന്നുണ്ട്. പുരുഷന്മാരെ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് തന്നെയാണ് പടച്ചവൻ സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവർക്ക് കുറച്ച് സ്ട്രോങ് ആയിട്ട് തന്നെ സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അതായത് ഇക്വാലിറ്റിയേക്കാൾ അപ്പുറമായിട്ട് ഇക്വിറ്റി എന്നുള്ള വേർഡ് അവിടെ റീപ്ലേസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇങ്ങനെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കും അരങ്ങത്തിൽ നിന്ന് അടുക്കളയിലേക്കും ഒരു പ്രയാണം നടത്തുകയാണെങ്കിൽ ലൈഫ് ഭയങ്കര ഈസിയാണ്, സൂപ്പർ ഈസി. ജെൻഡർ ന്യൂട്രൽ ആക്കാണ്ട് തന്നെ നാം ആണാണോ പെണ്ണാണോ എങ്ങനെയാണോ അങ്ങനെ നിന്നുകൊണ്ട് തന്നെ ഒരു ബെറ്റർ വെർഷൻ ഓഫ് അസ് ഉണ്ടാക്കാൻ പറ്റും.